ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത തൊടുകറികളിലൊന്നായ വെള്ളരിക്ക പച്ചടിയാണ് നമ്മുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡായ ഇന്ന്. നല്ലൊരു വെള്ളരിക്ക പച്ചടി. അപ്പോൾ വേഗം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഒരു കുഞ്ഞ് വെള്ളരിക്കയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇത് വെച്ച് ഒരു 5-6 പേർക്കുള്ളതൊക്കെ നമുക്ക് പച്ചടി റെഡിയാക്കാം. എക്സാക്റ്റ് മെഷർമെൻ്റ് ഒന്നും ഇല്ല കേട്ടോ, ഇതൊക്കെ എൻ്റെ ഒരു കൈയളവ് മാത്രമാണ്. പിന്നെ ഈ വെള്ളരിക്ക നല്ലതുപോലെ കഴുകി കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞെടുക്കാം. കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞെടുക്കുമ്പോൾ വേഗം വെന്ത് കിട്ടും. അതിൻ്റെ കൂടെ ഒരു 2 കഷ്ണം പച്ചമുളകും ഇട്ടിട്ടുണ്ട്. എന്നിട്ടെന്താ, ഒരു പാത്രം വെച്ച് അതിലേക്ക് ഈ വെള്ളരിക്കയും ഈ പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഉപ്പും വെള്ളവും ചേർത്ത് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളരിക്ക നല്ലതുപോലെ കുക്കായി വരട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള തേങ്ങ അരപ്പ് റെഡിയാക്കാം. തേങ്ങ അരപ്പിനായിട്ട് നല്ല തേങ്ങയിൽ നമ്മുടെ ഈ ചിരട്ടയുടെ ആ ഒരു കറുപ്പൊന്നും ഇല്ലാതെ നല്ലതുപോലെ ചിരകിയെടുത്ത തേങ്ങയും കുറച്ച് ജീരകവും കുറച്ച് കടുവും ഇത് മൂന്നും കൂടെ കൂട്ടി നല്ലതുപോലെ പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കാം. വേണമെങ്കിൽ എരി ആവശ്യമുണ്ടെങ്കിൽ ഒരു പച്ചമുളക് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. നല്ല മഷിയായി അരച്ചെടുക്കണം കേട്ടോ, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. തരി ഒന്നും പാടില്ല. ഒരു 2-3 ടേബിൾ സ്പൂൺ തൈരും കൂടി നല്ലതുപോലെ നമുക്കൊന്ന് കടഞ്ഞു വെക്കാം. നമ്മുടെ വെള്ളരിക്കയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടോ, നല്ലതുപോലെ വെന്ത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യമേ നമ്മൾ നല്ലതുപോലെ അടിച്ചു വച്ചിരിക്കുന്ന തൈരാണ് ചേർക്കുന്നത്. തൈര് ചേർത്ത് അതിലേക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി തിളപ്പിക്കുന്നില്ല കേട്ടോ. എന്നിട്ടാണ് നമ്മളിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കുന്നത്. നമ്മൾ തേങ്ങയും പച്ചമുളകും ജീരകവും കടുവും ഒക്കെ ഇട്ട മിക്സ് ഉണ്ടല്ലോ, ആ അരപ്പും ഇതിലോട്ടിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. എന്നിട്ട് ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഉപ്പ് നോക്കി പാകമാണെന്ന് ഉറപ്പാക്കി നമുക്ക് നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ പച്ചടി റെഡിയായി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ താളിപ്പും കൂടെ മതി. അതിനായിട്ട് കുറച്ച് എണ്ണ വെച്ച് അതിലേക്ക് കടുകും മുളകും കറിവേപ്പിലയിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്ത് നമ്മുടെ ഈ കിച്ചടിയിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ വെള്ളരിക്ക പച്ചടി റെഡി. അയ്യോ, നേരത്തെ കിച്ചടി എന്ന് പറഞ്ഞല്ലേ, സോറി കേട്ടോ. കിച്ചടിയല്ല, പച്ചടി, വെള്ളരിക്ക പച്ചടി. ഞങ്ങൾ കിച്ചടി എന്ന് പറയുന്നത് ബീട്രൂട്ടും വെണ്ടയ്ക്കയും പൈനാപ്പിളും ഒക്കെ വെച്ചുണ്ടാക്കില്ലേ, അതിനെയാണ് കിച്ചടി എന്ന് പറയുന്നത്. വെള്ളരിക്ക വെച്ചുണ്ടാക്കുന്നത് പച്ചടി. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ റെസിപ്പി വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്ത് സപ്പോർട്ടാക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത എപ്പിസോഡിന് വേണ്ടി ഏത് റെസിപ്പിയാണ് വേണ്ടത്, ഏത് സദ്യ ഐറ്റമാണ് വേണ്ടത്, അവിയലോ സാമ്പാറോ അതോ തോരനോ, അതും കമൻറ്റ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് എപ്പിസോഡുമായി ഉടനെ തന്നെ വരാം. അതുവരേക്കും ബൈ.